നമസ്കാരം, ഞാൻ മൃണാൾ. വൈറ്റില ജംഗ്ഷൻ അടുത്തുള്ള ഇട റോഡിലൂടെ പോയാൽ ഈ റെസ്റ്റോറൻറ്റിലെത്തും. സീ ഫുഡാണ് ഇവരുടെ മെയിൻ. ഇത് നടത്തുന്നത് മെർച്ചൻ്റ് നേവിയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന, കടലിലെ ജീവിതത്തിൻ്റെ ഒരുപാട് കാലം ചിലവാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ചെന്ന് നോക്കണ്ടേ എന്താണ് കടലിലെ രുചി കരയിലെത്തുമ്പോൾ എന്ന് നമ്മൾ അറിയണ്ടേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂന്തൽ നിറച്ചത് കൈകൊണ്ട് തൊടുന്നത്. ചോറ്, സീ ഫുഡ്, കംപ്ലീറ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫ് ഒരു രസത്തിന് സൈഡിൽ വെച്ചതാണ്. താങ്ക് യു. അതൊക്കെ വരുന്നത് വരെയുള്ള ചെറിയൊരു ടൈം പാസ്. എന്നോട് പറഞ്ഞിട്ടുള്ളവർ മുഴുവൻ പറഞ്ഞത് കോഴിക്കോട് ബീച്ചിലെ സംഭവമാണ്. പൊതുവെ എനിക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളുടെ പുറകെ പോകാൻ താല്പര്യമില്ല. ഫുൾ ജാർ സോഡയ്ക്ക് എനിക്ക് പൊതുവെ ഈ ട്രെൻഡിൻ്റെ പുറകെ പോകാൻ താല്പര്യമില്ലാത്തത് അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. പണ്ട് ഓർമ്മയുണ്ടോ ഒരു ഫുൾ ജാർ സോഡയും കൊണ്ട് ആൾക്കാർ ഇറങ്ങിയത്? അതിൻ്റെ പേരിൽ കട തുടങ്ങിയ ആൾക്കാർ വരെയുണ്ട്. ഫുൾ ജാർ സോഡ വിറ്റ് സെറ്റപ്പ് ആവാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാശ് പോയി. ഇത് ഇപ്പോൾ ദുബായ് ചോക്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ പലതും ഉണ്ടായിട്ടുണ്ട്. പല കേക്കുകൾ, കൊറിയ, എന്തൊക്കെയായിരുന്നു. നമുക്കിതുപോലുള്ള മീൻകറിയൊക്കെ കഴിച്ചാൽ പോരെ? പിന്നെ ഞണ്ടുണ്ട്, കക്കയുണ്ട്, കാളാഞ്ചിയുണ്ട്, എന്തൊക്കെ കിടക്കുന്നുണ്ട് കടലിലും കായലും പുഴയിലും കുളത്തിലുമായിട്ട്. സോറി, തോട്ടിലെ ബ്രാലിനൊരു സ്പെഷ്യൽ മെൻഷൻ കൊടുത്തില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. എരിവുണ്ട്. ഞണ്ട് കഴിച്ചതാ കുഴപ്പം, മുഖവും കൈയും എല്ലാം. ഇതിനേക്കാളൊക്കെ വലുത് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. മാനേഴ്സ്, സൊസൈറ്റി, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സാണ് എല്ലാത്തിലും വലുത്. ഒരു വേണമെങ്കിൽ ഒരു ചെറിയ തിരുത്താവാം. എൻ്റെയും എൻ്റെ വേണ്ടപ്പെട്ടവരുടെയും ഹാപ്പിനെസ്. ഈ സാധനം പൊളിയായിരിക്കും. എരിവുണ്ട്. ഒരിടക്കാലാശ്വാസത്തിന് ലേശം ബീഫ് കഴിക്കാം. ഞാൻ ഈ ചട്ടിച്ചോറ് പ്രസ്ഥാനത്തിന് പൊതുവെ അത്ര അനുകൂലമല്ല. കാരണം ആ ചട്ടിയിൽ നിന്ന് കുഴയ്ക്കാനും എടുക്കാനൊക്കെ വലിയ പാടാന്നേ. ഒരു തൂശനിലയിട്ട് അതുമ്പപ്പൂ ചോറ് വിളമ്പി അതിൻ്റെ മുകളിൽ ആശിച്ച സീ ഫുഡെല്ലാം നിരത്തി വെച്ച് കഴിച്ചാൽ ഉണ്ടല്ല, ഒരു ഊണ് കടയിലുള്ള ആളുകൾക്ക് പണി അറിയുമെന്നറിയാൻ നമ്മളെല്ലാം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഒരുപാട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. സൈഡിലുള്ളൊരു തോരനും ഒരു ചമ്മന്തി മാത്രം ടേസ്റ്റ് ചെയ്താലും നമുക്ക് ഈ വണ്ടി എങ്ങോട്ടാണ് പോണേന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളിപ്പോൾ എത്ര സീ ഫുഡ് കഴിച്ചു വിടുന്നു, ഒരെണ്ണം പോലും ഒരു സ്റ്റൈൽ ടേസ്റ്റോ ഒന്നുമില്ല, ഒരു സംഭവമില്ല. വാഴയിലക്കുള്ളിൽ വാഴയില, ഇതെന്താ പാഞ്ചാലി വസ്ത്രാക്ഷേപം. തൊലി പോരട്ടെ. എരിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ എരിവല്ല, പൊതുവെ എരിവുണ്ട്. അതുപോലെ സീ ഫുഡാണ്, നല്ല ക്വാളിറ്റി സീ ഫുഡാണ്. ഞാൻ ബില്ല് കൊടുത്തിട്ടില്ല, വില എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഊഹിക്കുന്നത് ഇത്രയും നല്ല സീ ഫുഡിന് അത്യാവശ്യം നല്ല വിലയുണ്ടാവും.
പിന്നെ അവസാനം ഈ വീഡിയോയിൽ നമുക്ക് വില കാണിക്കാം വരുമ്പോൾ. ഇപ്പം എനിക്കറിയില്ല എന്ന്, പക്ഷെ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. മനസ്സിലായ മതി. ഏതൊക്കെ കറികൾ ഇവിടെ? ആ, സൂപ്പർ, താങ്ക് യു. ആ കരിമീനിൻ്റെ ഗ്രേവിക്ക് ഒപ്പം വെക്കാൻ പറ്റൂട്ടോ ഈ ഗ്രേവി. വെറുതെ കിട്ടുന്ന ഗ്രേവിയാണ്. എത്ര കറിവേപ്പില, കംപ്ലീറ്റ് ആഗോളവൽക്കരണല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കറിവേപ്പില എന്ന് പറയണത്. സാറേ കഴിച്ചോ? നല്ല ഫുഡാണ്. നിങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. വലിയ മുതലാളി വന്ന് ഇരുന്നിട്ടുണ്ട്. അയാളെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റില്ല. അത് നമ്മൾ പുറത്തായി. ഇടയിൽ കയറി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശബ്ദം വരും കേട്ടോ. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ ഇല്ലൂമിനാറ്റികൾ ഇറങ്ങിക്കോളും. മനുഷ്യനെ ഭക്ഷണം കഴിക്കാനും സമ്മതിക്കൂല. ഓ എൻ്റെ അമ്മ, എൻ്റെ അച്ഛനും അമ്മയും മാവേലിക്ക് പോകാൻ നിൽക്കായിരുന്നേ. ജസ്റ്റ് ഇൻ ടൈം. അത് കുറച്ച് കിട്ടുമ്പോഴല്ലേ അതിനൊരു ഇതിലുള്ളൂ. ഒരുപാട് ഈ നിസ്സാര സ്നാക്കൊക്കെ ലോകത്തിൻ്റെ പല സിറ്റിയിൽ നിന്നും വിമാനത്തിൽ കൊണ്ടുവന്ന് തരുന്ന ടീമാണിത്. ഇല്ലുമിനാറ്റിയാണ്, തലക്ക് ഭ്രാന്ത. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ എന്താ പറയുക, തലക്ക് ഭ്രാന്താന്നല്ലേ, അത്രയേ ഉള്ളൂ. ഇല്ലുമിനാറ്റി വന്നപ്പോൾ യഥാർത്ഥ സാധനം പുറത്തു വന്നു. എന്നാൽ ഈ ദുഷ്ടൻ ഇത് എനിക്ക് തന്നില്ല എന്ന് ഞാൻ ഒന്നും ചോദിച്ചില്ല. നിങ്ങൾ എന്താ സൗകര്യമുള്ളത്, ഏറ്റവും ബെസ്റ്റ് എന്താ അത് തരാനാ പറഞ്ഞേ. മഞ്ഞപ്പൊടി വെള്ളത്തിൽ, അതാണ് ഗ്രേവി കുളിച്ചത്. ഇതിന്റെ മാജിക് ടച്ച് ചീസാ. ഭക്ഷണത്തിൽ ചീസിൻ്റെ സ്വാധീനം മലയാളികൾ ഇനി മനസ്സിലാക്കിയില്ല. കുറച്ച് ബട്ടറും കുറച്ച് ചീസും ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണത്തിനും പ്രത്യേക രുചിയും. ഗാർലിക്കും ചീസും ബ്ലാക്ക് പെപ്പറും മാത്രം മതിയല്ലോ. ശരിയാ, ഗാർലിക് ചീസ്, ബ്ലാക്ക് പെപ്പർ, ബട്ടർ മാത്രം മതി ഒരു ഭക്ഷണം നന്നാവാൻ. അതിലേക്ക് വേറെ മസാല. പക്ഷെ ഇത് നിങ്ങൾ എന്നെ വഞ്ചിച്ച്. ഇയാള് വന്നപ്പോൾ ഇത് വന്നു. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നില്ല, എനിക്ക് വന്നില്ല. എന്നാൽ ഞാൻ അത് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. നിങ്ങൾ എന്താണ് നീ കൊടുക്കാത്തത്? എനിക്ക് നല്ല വിഷമമുണ്ട്. കുറച്ച് മീൻ കൊടുക്കാറില്ല. അല്ല, ഞാൻ പൊള്ളിച്ചത് വെച്ചു, നെയ്മീനും ചെയ്യും. ആരോടും പറയരുത്. ഇല്ല, എല്ലാവരുടെയും കൺവേർട്ട് ഞാൻ ഭയങ്കര സംഭവം മനുഷ്യനാണ്. ബേസിക്കലി ഞാനൊരു ഭയങ്കര അങ്ങനെയാണ്. ഞാനിത് എന്താന്ന് ഞാൻ വേറെ കൊണ്ടുവരാം. പൈസ കൊടുത്തത് ഇല്ലൂമിനാറ്റിയാണ്, അതുകൊണ്ട് വില എത്രയാണെന്ന് ഒരു പിടിയില്ല.